പ്രവാസ ലോകത്തെ വാർത്തകൾ. ഗൾഫിൽ ആക്രമണം കടുപ്പിച്ച് ഇറാൻ. കുവൈറ്റിലെ കടൽ ജലശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെ കനത്ത ആക്രമണം. പശ്ചിമേഷ്യയിൽ ഭീതി പരത്തി ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുന്നു. കുവൈറ്റിലെ പ്രമുഖ വൈദ്യുതി കുടിവെള്ള ഉൽപാദന പ്ലാന്റിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിൽ വൻ തീപിടുത്തമുണ്ടായതായി വൈദ്യുതി ജല പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് നിലയത്തിലെ ഒരു പ്രധാന ഘടകത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നിലയത്തിന്റെ സുരക്ഷയും ജീവനക്കാരുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി മുൻകരുതൽ നടപടിയായി ചില വൈദ്യുതി ഉൽപാദന യൂണിറ്റുകൾ താൽക്കാലികമായി പ്രവർത്തനരഹിതമാക്കിയതായി മന്ത്രാലയം വ്യക്തമാക്കി. തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ മന്ത്രാലയത്തിന്റെ അടിയന്തര പ്രതികരണ സംഘങ്ങൾ ജനറൽ ഫയർഫോഴ്സുമായും ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുമായും ചേർന്ന് പ്രവർത്തിക്കുന്നതായി അറിയിച്ചു. സംഭവമുണ്ടായ ഉടൻ തന്നെ എല്ലാ അടിയന്തര പ്രവർത്തന പദ്ധതികളും സജീവമാക്കിയതായും വൈദ്യുതി ജലവിതരണ സംവിധാനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദഗ്ധരും പ്രവർത്തന സംഘങ്ങളും 24 മണിക്കൂറും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യൻ സംഘർഷം കടുപ്പിച്ചുകൊണ്ടാണ് ഇറാൻ ഗൾഫ് മേഖലയ്ക്ക് നേരെ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടത്. ബഹ്റൈനിൽ രാത്രിയിൽ 2 തവണ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങി. താമസക്കാരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനും അധികൃതർ നിർദ്ദേശം നൽകി. ഖത്തറിലും മിസൈൽ ആക്രമണമുണ്ടായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US വിസ നിയന്ത്രണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു. വിദ്യാർത്ഥി എക്സ്ചേഞ്ച് വിസയിലുള്ളവർക്ക് പരമാവധി 4 വർഷമായിരിക്കും ഇനി കാലാവധി. വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴിയുള്ള സന്ദർശകർക്കും മാധ്യമ പ്രവർത്തകർക്കുമുള്ള US വിസ കാലാവധി വെട്ടിക്കുറച്ചത് ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകുന്നു. വിദ്യാർത്ഥി എക്സ്ചേഞ്ച് വിസയിലുള്ളവർക്ക് പരമാവധി 4 വർഷമായിരിക്കും ഇനി കാലാവധി. പഠന കാലാവധി കഴിഞ്ഞ് 60 ദിവസം കൂടി US-ൽ തങ്ങാനാകുമായിരുന്നു. എന്നാൽ ഇത് 30 ദിവസമായി വെട്ടിച്ചുരുക്കിയെന്ന് US ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിറക്കി. നിലവിൽ US-ൽ പഠനം നടത്തുന്നവരെ ഉൾപ്പെടെ പുതിയ തീരുമാനം ബാധിക്കുമെന്നാണ് വിവരം. നിലവിലുള്ളവർ സ്വാഭാവികമായി പുതിയ വ്യവസ്ഥയുടെ ഭാഗമാകരുതെന്ന് അധികൃതർ പറയുന്നു. ഇവരുടെ വിസ കാലാവധി കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന ആശങ്കയുയരുന്നുണ്ട്. ജോലിയോ ഉപരിപഠനാവസരമോ കുറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ടാകും. ഭൂരിഭാഗം വിദ്യാർത്ഥികളും F1 വിസയിലാണ് US-ലെത്തുന്നത്. നിശ്ചിത സമയക്രമമില്ലാതെ വിദ്യാർത്ഥിയായി തുടരുന്നിടത്തോളം കാലം US-ൽ താമസിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നു. കോഴ്സ് പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമെങ്കിൽ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ച് നീട്ടിയെടുക്കുന്നതായിരുന്നു രീതി. F വിസക്കാർക്ക് പഠനം കഴിഞ്ഞാലും 60 ദിവസം വരെ താമസിക്കാമെന്നതും നേട്ടമായിരുന്നു. ഈ സമയത്തിനുള്ളിൽ ഉപരിപഠന സാധ്യത കണ്ടെത്താനോ ജോലിയിൽ പ്രവേശിക്കാനോ സാധിച്ചിരുന്നു. എന്നാൽ പുതിയ വ്യവസ്ഥയനുസരിച്ച് 4 വർഷം പൂർത്തിയാക്കിയവർക്ക് കൂടുതൽ കാലം തുടരണമെങ്കിൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിൽ പ്രത്യേക അപേക്ഷ നൽകണം. കുടിയേറ്റ വ്യവസ്ഥകൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്നാണ് US അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്ക ഇറാൻ സംഘർഷം ഗൾഫ് തൊഴിൽ മേഖലയെ ബാധിക്കുന്നു. ദുബായിൽ തൊഴിൽ പ്രതിസന്ധി എന്നാണ് റിപ്പോർട്ട്. അമേരിക്ക ഇറാൻ സംഘർഷം ഗൾഫ് മേഖലയെ രൂക്ഷമായി ബാധിക്കുന്നു. ദുബായിൽ കടുത്ത തൊഴിൽ പ്രതിസന്ധി രൂപപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ആശങ്കയിലാണ്. ദുബായിൽ പുതിയ തൊഴിലവസരങ്ങൾ ഇല്ലാതാകുകയും പല കമ്പനികളും ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. UAE-ക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതോടെ വിനോദസഞ്ചാരം, വ്യോമയാന മേഖല, വിദേശികളെ ആശ്രയിച്ചു കഴിയുന്ന മറ്റു ബിസിനസ്സുകൾ എന്നിവ പ്രതിസന്ധിയിലാണ്. പല കമ്പനികളും പുതിയ ആളുകളെ നിയമിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. മാൻപവർ ഗ്രൂപ്പ് നടത്തിയ സർവേ പ്രകാരം UAE-യിലെ 4-1 തൊഴിലുടമകൾ ഈ വർഷം 3-ാം പാദത്തിൽ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതിയിടുന്നു. 3-1 കമ്പനികൾക്ക് പുതിയ നിയമങ്ങളെക്കുറിച്ച് യാതൊരു പദ്ധതിയുമില്ലാത്ത അവസ്ഥയാണ്. നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾ പൂട്ടിയതോടെ മലയാളികൾ അടക്കമുള്ള IT, അക്കൗണ്ടിംഗ് മേഖലയിലെ ഉദ്യോഗസ്ഥർക്കും ജോലി നഷ്ടപ്പെട്ടു. ജോലിയിൽ തുടരുന്നവർക്ക് ടൂറിസ്റ്റുകളുടെ കുറവ് മൂലം കമ്മീഷൻ അടിസ്ഥാനത്തിൽ മാത്രമാണിപ്പോൾ വരുമാനം ലഭിക്കുന്നത്. പലർക്കും നിശ്ചിത ശമ്പളം കമ്പനികൾ നിഷേധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ശമ്പളമില്ലാതാവുകയോ വൻതോതിൽ ശമ്പളം കുറയുകയോ ചെയ്തതോടെ നാട്ടിലേക്ക് പണമയക്കാൻ പ്രവാസികൾക്ക് കഴിയുന്നില്ല. ഇത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ബാധിച്ചു. തൊഴിൽ മേഖലയിലെ ഈ മന്ദഗതി താൽക്കാലിക പ്രതിസന്ധി മാത്രമാണെന്നും UAE ഈ പ്രതിസന്ധിയെ മറികടക്കുമെന്നുമാണ് സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗഖ് അൽ മറിയുടെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.